Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the second part of the topic, classification of company on the basis of incorporation, from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. On the basis of incorporation, a company can be classified into three. The first one we already learned is chartered company. The second one is statutory company or corporations, and the third one is registered companies. A registered company is one which is formed and registered under the Companies Act 1956 or under the Companies Act 2013. It also includes an existing company comes into existence when it is registered under the Companies Act and a certificate of incorporation is granted to it by the Registrar of Companies. The registered companies may be of two kinds, namely, ഇപ്പോൾ കമ്പനിയെ ഇൻകോർപ്പറേഷൻ്റെ ബേസിസിൽ മൂന്നാമതായി ക്ലാസിഫൈ ചെയ്യുന്നത് രജിസ്റ്റേർഡ് കമ്പനീസ് എന്നാണ്. ഇൻകോർപ്പറേഷൻ നമുക്കറിയാം, ഇറ്റ് മീൻസ് ഫോർമേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി ഈസ് കോൾഡ് ഇൻകോർപ്പറേഷൻ. അപ്പോൾ രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് 1956 പ്രകാരമോ കമ്പനീസ് ആക്ട് 2013 പ്രകാരമോ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കമ്പനികളെയാണ് ഒരു രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറയുന്നത്. ഇനി നിലവിലുള്ള ഏതെങ്കിലും ഒരു കമ്പനി കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളും രജിസ്റ്റേർഡ് കമ്പനി എന്ന കാറ്റഗറിയിൽ പെടും. അത്തരം കമ്പനികൾക്ക് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഒരു ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കൂടി നൽകും. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് ചില കമ്പനികൾ രജിസ്റ്റർ ചെയ്യാത്ത കമ്പനികളുണ്ടായിരിക്കാം. മറ്റേതെങ്കിലും നിയമം മൂലം രൂപീകരിക്കപ്പെട്ട കമ്പനികളാകാം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിക്കുന്ന കമ്പനികളാകാം. അത്തരം കമ്പനികൾ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്റ്റേർഡ് കമ്പനിയായി അവ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെ നിലവിൽ വരുന്നു. അത്തരം കമ്പനികളും രജിസ്റ്റേർഡ് കമ്പനീസിൻ്റെ കൂട്ടത്തിലാണ് പെടുന്നത്. സാധാരണയായി പറയുന്നത് കമ്പനീസ് ആക്ട് 2013, കമ്പനികാര്യ നിയമം 2013 കമ്പനികാര്യ നിയമം 1956 പ്രകാരവും രൂപീകൃതമായ കമ്പനികളെയാണ് രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2013 മുതൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിന് ബാധകമാകുന്ന നിയമം എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 ആണ്. 2013 രൂപീകൃതമായിട്ടുള്ള കമ്പനികളെല്ലാം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ രൂപീകൃതമായിട്ടുള്ളത് കമ്പനികാര്യ നിയമം 1956 പ്രകാരമാണ്. ഇതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി രജിസ്റ്റേർഡ് കമ്പനികൾ തന്നെ രണ്ട് തരത്തിലുണ്ട്, അത് നമുക്ക് പഠിക്കാം. As I said earlier, a registered company can be classified into two, namely number 1 limited companies and number 2 unlimited companies. First of all, let's understand what is a limited company. A limited company is one in which the liability of the members is limited. That is, the members are liable up to a limited amount, and beyond the limit they cannot be asked to contribute anything towards the payment of the company's liabilities. അപ്പോൾ ഒരു ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ അഥവാ അംഗങ്ങളുടെ ബാധ്യത അഥവാ ലയബിലിറ്റി എന്ന് പറയുന്നത് പരിമിതമാണ്, അല്ലെങ്കിൽ ലിമിറ്റഡ് ആണ്. അപ്പോൾ ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ഒരു ലിമിറ്റഡ് എമൗണ്ടിൽ ആണ് എന്നുള്ളതാണ്. അവർ ഒരു ലിമിറ്റഡ് എമൗണ്ടിന് മാത്രമേ ലയബിൾ ആവുന്നുള്ളൂ. അതായത് അംഗങ്ങൾക്ക് ഒരു നിശ്ചിത തുക അല്ലെങ്കിൽ ഒരു പരിമിതമായ തുകയ്ക്ക് മാത്രമേ കമ്പനിയോട് മെമ്പേഴ്സിന് ലയബിലിറ്റി അഥവാ ബാധ്യതയുള്ളൂ എന്നാണ് അർത്ഥം. ഇനി ആ പരിമിതമായ തുക കവിഞ്ഞ് ഒരാവശ്യത്തിനും അംഗങ്ങളോട് പണം ആവശ്യപ്പെടാനോ ഒക്കെ
കമ്പനിക്ക് സാധിക്കുകയില്ല. കമ്പനിയുടെ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ വേണ്ടി അവർക്ക് എത്രയാണോ അവരുടെ ലയബിലിറ്റി ആ ലിമിറ്റഡ് എമൗണ്ട് എക്സീഡ് ചെയ്തുകൊണ്ട് ₹1 പോലും കമ്പനിക്ക് അംഗങ്ങളോട് ചോദിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ കമ്പനികളെ ലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. കാരണം അംഗങ്ങളുടെ ലയബിലിറ്റി, കമ്പനിയോടുള്ള ബാധ്യത എന്ന് പറയുന്നത് ലിമിറ്റഡാണ്, പരിമിതമാണ്. ആ പരിമിതമായ തുകയ്ക്ക് മുകളിലോട്ട് അല്ലെങ്കിൽ അതിനെ കവിഞ്ഞ് ₹1 പോലും ചോദിക്കാൻ കമ്പനിക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് അതിനെ ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. Thus, if in the event of winding up of a company, the assets of the company are not sufficient to pay its liabilities, then the private property of the members cannot be utilized for the payment of company's liabilities. അപ്പോൾ ഈ കമ്പനികൾ ലിമിറ്റഡ് ലയബിലിറ്റി ആയതുകൊണ്ട്, ലിമിറ്റഡ് കമ്പനീസിലെ അംഗങ്ങളുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആയതുകൊണ്ട് കമ്പനി അടച്ചു പൂട്ടുന്ന സമയത്ത്, വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് കമ്പനിയുടെ അസറ്റുകൾ വിറ്റിട്ടും അതിൻ്റെ ലയബിലിറ്റീസ്, ബാധ്യതകൾ തീർക്കാൻ തികയുന്നില്ല എങ്കിൽ കമ്പനിയിലെ അംഗങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, അവരുടെ സ്വകാര്യ സ്വത്തുക്കൾ അതിനുവേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പോൾ കമ്പനിക്ക് ഒത്തിരി ബാധ്യതകളുണ്ട്. പക്ഷേ അംഗങ്ങളുടെ ബാധ്യത എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് എമൗണ്ടാണ്. ആ ലിമിറ്റഡ് എമൗണ്ട് ഒരു പരിമിതമായ തുകയാണ്. ആ തുക, പറഞ്ഞിരിക്കുന്ന തുകയെ കൂടുതൽ ₹1 പോലും കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല. അപ്പോൾ കമ്പനിയുടെ എല്ലാ അസറ്റുകളും വിറ്റു, എന്നിട്ടും കമ്പനിയുടെ ലയബിലിറ്റി പേ ഓഫ് ചെയ്യാൻ, അത് കൊടുത്തു തീർക്കാൻ കമ്പനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ അംഗങ്ങളുടെ കയ്യിൽ നിന്ന് അവരുടെ സ്വകാര്യ വസ്തുവകകൾ വിറ്റ് അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് കമ്പനിയുടെ ലയബിലിറ്റി തീർക്കാമെന്ന് ഒരിക്കലും ഒരു ലിമിറ്റഡ് കമ്പനിക്ക് സാധിക്കുകയില്ല. അങ്ങനെ വിചാരിക്കേണ്ട കാര്യവുമില്ല. അതാണ് ഇവിടെ ലിമിറ്റഡ് കമ്പനിയെക്കുറിച്ച് പറഞ്ഞു വരുന്നത്. The limited company may be of two kinds. First one, companies limited by shares. A company limited by shares is one in which the liability of the members is limited to the extent of nominal values of the shares held by them. If the shares are fully paid, that is, all the amount of shares has already been paid, then the liability of the members is nil. And if the shares are partly paid, then the liability of the members is limited to the extent of the amount which remains unpaid. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ലിമിറ്റഡ് കമ്പനി എന്താണെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കി. ആ ലിമിറ്റഡ് കമ്പനികൾ തന്നെ വീണ്ടും നമ്മൾ തരംതിരിക്കുന്നുണ്ട്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, അതാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. ലിമിറ്റഡ് കമ്പനിയെ വീണ്ടും നമ്മൾ തരംതിരിക്കുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. എന്താണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്? ഷെയർസ് എന്ന് വെച്ചാൽ ഓഹരികൾ. അപ്പോൾ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിൽ അംഗങ്ങളുടെ ബാധ്യത എന്ന് പറയുന്നത് അവരെത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്നു ആ ഷെയർസിൻ്റെ നോമിനൽ വാല്യൂസിനാണ്. ഇപ്പോൾ ഒരു അംഗത്തിന് 10 ഷെയർ ഉണ്ടാകുന്ന വിചാരിക്കുക. ഒരു ഷെയറിൻ്റെ മുഖവില എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 100 × 10 1000 രൂപ. അപ്പോൾ 10 ഷെയർ ഉള്ള വ്യക്തിക്ക് ആ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെങ്കിൽ ആ അംഗത്തിനുള്ള ബാധ്യത എന്ന് പറയുന്നത് 10 × 100 = 1000 രൂപയാണ്. അതാണ് പറയുന്നത് ഇഫ് ദ ഷെയർസ് ആർ ഫുള്ളി പെയ്ഡ്, ആ ഷെയർസിൻ്റെ മുഴുവൻ തുകയും അടച്ചിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ 10 ഷെയറിന് ഒന്നിന് 100 രൂപ വെച്ച് മുഴുവനും അടച്ചിട്ടുണ്ടെങ്കിൽ, 1000 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ആ അംഗത്തിന് കമ്പനിയോടുള്ള ലയബിലിറ്റി എന്ന് പറഞ്ഞത് നില്ലാണ്, ഒന്നുമില്ല, ഇനി ഒരു ലയബിലിറ്റി ഇല്ല. ഇനി ഷെയർസ് പാർട്ട്ലി പെയ്ഡ് ആണെങ്കിൽ, പാർട്ട്ലി പെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷെയറിൻ്റെ വിലയായ തുക മുഴുവൻ പേ ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ 1000 രൂപയാണ് ഞാൻ ഇവിടെ പറഞ്ഞ ഉദാഹരണത്തിൽ പറഞ്ഞത്, 1000 രൂപയും പേ ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുക, 500 രൂപയെ പേ ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മെമ്പേഴ്സിനുള്ള ലയബിലിറ്റി എന്ന് പറയുന്നത് liability of the members is limited to the extent of the amount which remains unpaid. ഇനി ബാക്കി എത്രയാണ് പേ ചെയ്യാനുള്ള, അല്ലെങ്കിൽ പേ ചെയ്യാനുള്ള എമൗണ്ട് എത്രയാണ്, അൺപെയ്ഡ് എമൗണ്ട് എത്രയാണ്, അതിന് ആ തുകയ്ക്ക് മാത്രമായിരിക്കും അംഗങ്ങൾക്കുള്ള ലയബിലിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. Let us discuss an example to understand company limited by shares.
If a member has purchased 100 shares of a company of the face value of rupees 10 each and has already paid rupees 5 per share. നമ്മൾ വിചാരിക്കുക ഒരു മെമ്പർ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിൽ ഒരു മെമ്പർ 10 രൂപ മുഖവിലയുള്ള 100 ഷെയർ വാങ്ങിയെന്ന് വിചാരിക്കുക. ആൻഡ് ഹാസ് ഓൾറെഡി പെയ്ഡ് rupees 5 per share. മാത്രമല്ല 10 രൂപ മുഖവിലയുള്ള 100 ഷെയർ വാങ്ങിയപ്പോൾ 5 രൂപ ഒരു ഷെയറിന് 5 രൂപ വെച്ച് പേ ചെയ്ത് കഴിഞ്ഞു. In this case, the maximum liability of the member is rupees 5 per share, that is rupees 500 in total. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനി ആ മെമ്പർക്കുള്ള കമ്പനിയോടുള്ള ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഷെയറിൻ്റെ പുറത്ത് 5 രൂപ വെച്ച് 100 ഷെയറിന് 500 രൂപയാണ് ടോട്ടലായിട്ട് കൊടുക്കാനുള്ളത്. കാരണം ഓൾറെഡി 100 ഷെയറിൻ്റെ പകുതി വിലയായ 5 രൂപ വെച്ച് ഷെയറിന് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കി 500 രൂപ കൊടുത്താൽ മതിയാകും. It may be noted that the liability of the members can be enforced during the continuation of the company or during its winding up. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ 100 ഷെയർ വാങ്ങി 10 രൂപയുടെ, അതിനകത്ത് 5 രൂപ വെച്ച് ഒരു ഷെയറിന് 5 രൂപ വെച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ 500 രൂപ കൊടുക്കുകയും ചെയ്തു. ഇനി ബാലൻസ് 500 രൂപ കൊടുക്കാനുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഈ ലയബിലിറ്റി ബാധ്യത നിലനിൽക്കുകയാണ് മെമ്പറിന്. ഇത് കമ്പനിക്ക് വേണമെങ്കിൽ ഒന്നുകിൽ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആ കമ്പനി മുന്നോട്ട് തുടരുന്ന ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഇത് പിരിച്ചെടുക്കാവുന്നതാണ്, തിരിച്ച് അംഗങ്ങളോട് ആവശ്യപ്പെടാവുന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ദ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് മേ ബി എയ്തർ പ്രൈവറ്റ് ഓർ പബ്ലിക്. അപ്പോൾ ഈ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുമ്പോൾ അത് പ്രൈവറ്റ് കമ്പനി ആകാം, പബ്ലിക് കമ്പനിയും ആകാം. The second classification of a limited company is company limited by guarantee. A company limited by guarantee is one in which the liability of the members is limited to such amount as he undertakes to contribute to the asset of the company in the event of its being wound up. ഇപ്പോൾ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇവിടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റിയും ലിമിറ്റഡാണ്. ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ഈ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടച്ചു പൂട്ടുന്ന സമയത്ത് കമ്പനിയുടെ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ അതിൻ്റെ അസറ്റ്സ് വിൽക്കുമ്പോൾ ആ അസറ്റിലേക്ക് എത്ര എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും, എത്ര എമൗണ്ട് നൽകാം എന്ന് മെമ്പേഴ്സ് പറയുന്നു, അത്രയും എമൗണ്ടിനാണ് ഇവിടെ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടീസിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് 10,000 രൂപ കമ്പനിയുടെ അസറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് വെച്ചാൽ ആ 10,000 രൂപയ്ക്ക് മാത്രമായിരിക്കും. അതാണ് അയാൾ ഗ്യാരണ്ടി ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. എത്ര എമൗണ്ടാണോ അയാൾ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് അസറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് ഗ്യാരണ്ടി ചെയ്യുന്നത്, അത്ര എമൗണ്ടിന് മാത്രമായിരിക്കും അതിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 10,000 രൂപയാണ് അയാൾ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളതെങ്കിൽ അയാളുടെ കമ്പനിയോടുള്ള ലയബിലിറ്റി എന്ന് പറയുന്നത് ആ 10,000 രൂപ മാത്രമായിരിക്കും. അതിൽ കൂടുതൽ തുക ഒരിക്കലും കമ്പനിക്ക് അംഗത്തിൽ നിന്ന് ആവശ്യപ്പെടാനായിട്ട് സാധിക്കില്ല. The amount of guarantee is fixed in the memorandum of association of the company. The guaranteed amount may differ from member to member. അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയത് ഈ എമൗണ്ട് ഓഫ് ഗ്യാരണ്ടി അത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കും. ഓരോ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ എത്ര കമ്പനിക്ക് എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കും. ഓരോ മെമ്പേഴ്സിൻ്റെ ഗ്യാരണ്ടി എന്താണെന്നും ഗ്യാരണ്ടി തുക എന്താണെന്നും പറഞ്ഞിരിക്കും. ഉദാഹരണത്തിന് 10,000 രൂപയാണ് ഗ്യാരണ്ടി നൽകാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്യുന്നതെങ്കിൽ അത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കും, ഇന്ന മെമ്പർ 10,000 രൂപ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഈ 10,000 രൂപയാണ് അയാൾ നൽകേണ്ടത്. അത് കൂടുതൽ തുക നൽകേണ്ട ആവശ്യമില്ല. ഇനി ഈ ഗ്യാരണ്ടീഡ് എമൗണ്ട് എന്ന് പറയുന്നത് എല്ലാ മെമ്പേഴ്സിനും ഒരേപോലെയല്ല, ഓരോ മെമ്പർക്കും വ്യത്യസ്തമായിരിക്കും. അവരവർ ഗ്യാരണ്ടി ചെയ്യുന്ന തുകയ്ക്ക് അനുസൃതമായിരിക്കും അത്. അതാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്.
So, registered companies can be classified into two. One is limited company and the other one is unlimited company. So, let us discuss what is an unlimited company. An unlimited company is one in which the liability of a member is unlimited. That is, the members are also personally liable for the payment of company's liabilities. Thus, if in the event of winding up of a company, then the private property of the members can also be utilized for the payment of company's liabilities. Unlimited companies എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയി, പരിമിതമായിരിക്കില്ല, ഒരു പരിധിയും കാണത്തില്ല ബാധ്യതയ്ക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ബാധ്യതകൾ തീർക്കാൻ ഓരോ മെമ്പേഴ്സും വ്യക്തിപരമായി ബാധ്യതയുള്ളതാണ്. എന്ന് വെച്ചാൽ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ, കൊടുത്തു തീർക്കാനായിട്ട് അതിൻ്റെ അസറ്റ്സ് വിറ്റിട്ടും തീരുന്നില്ല എങ്കിൽ മെമ്പേഴ്സിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്തുക്കൾ വരെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ രജിസ്റ്റേർഡ് കമ്പനീസ് രണ്ട് തരത്തിലാണ്, ലിമിറ്റഡ് കമ്പനീസ് എന്നും അൺലിമിറ്റഡ് കമ്പനീസ് എന്നും. ലിമിറ്റഡ് കമ്പനീസിന് മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണെന്ന് നമ്മൾ പഠിച്ചു. അൺലിമിറ്റഡ് കമ്പനീസിന് ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പേഴ്സിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയും കമ്പനിയുടെ ലയബിലിറ്റി കൊടുത്തു തീർക്കാനായിട്ട് ഉപയോഗപ്പെടുത്താമെന്നാണ്. അപ്പോൾ ഇവിടെ മെമ്പേഴ്സിന് ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ഇത്തരത്തിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനി, ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനികളെ അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയും. അപ്പോൾ കമ്പനിയുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ഒരു കമ്പനിയെ അതിൻ്റെ ഇൻകോർപ്പറേഷൻ്റെ ബേസിസിൽ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ചാർട്ടേഡ് കമ്പനീസ്, രണ്ട് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ഓർ കോർപ്പറേഷൻസ്, മൂന്ന് രജിസ്റ്റേർഡ് കമ്പനി. ഇതിൽ ആദ്യത്തെ രണ്ട് ക്ലാസിഫിക്കേഷൻ, ചാർട്ടേഡ് കമ്പനിയും സ്റ്റാറ്റ്യൂട്ടറി കമ്പനി അഥവാ കോർപ്പറേഷൻ എന്ന് പറയുന്നത്, പ്രീവിയസ് ലെക്ചർ 6th ലെക്ചറിൽ നമ്മൾ പഠിച്ചു. ഈ 7th ലെക്ചറിൽ നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ കമ്പനിയെ അതിൻ്റെ ഇൻകോർപ്പറേഷൻ്റെ ബേസിസിലുള്ള മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനായ രജിസ്റ്റേർഡ് കമ്പനിയെക്കുറിച്ചാണ് ഈ ലെക്ചറിൽ നമ്മൾ പഠിച്ചത്. ഈ രജിസ്റ്റേർഡ് കമ്പനിയെ തന്നെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് ലിമിറ്റഡ് കമ്പനി എന്നും രണ്ട് അൺലിമിറ്റഡ് കമ്പനി എന്നും തരംതിരിക്കുന്നു. അതിൽ ലിമിറ്റഡ് കമ്പനിയെ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്നും കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്നും. ഇത്തരം ക്ലാസിഫിക്കേഷൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. Here are the assignment questions for you. Number 1, what is a registered company? Number 2, what is a limited company? Number 3, what is a company limited by shares? Number 4, what is a company limited by guarantee? And finally, number 5, what is an unlimited company? I hope all of you understood the second part of the topic, classification of company on the basis of incorporation, quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.